What is the primary aim of Samburnada Abhiyan launched by Niti Aayog in July 2024? അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലെ. എപ്പോഴും നമ്മൾ ആൻസർ കൊടുക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനും കൂടി വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ സമ്പൂർണത അഭിയാൻ എന്ന് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട്. സമ്പൂർണത രാജ്യത്തിന്റെ സമ്പൂർണതയ്ക്ക് വേണ്ടിയിട്ട് മുൻപ് ശ്രമിച്ചുകൊണ്ടിരുന്നത് പ്ലാനിംഗ് കമ്മീഷനാണ്. ആ ഒരു അർത്ഥത്തിലല്ലെങ്കിലും ഇപ്പോഴും അതിനൊരു വഴി കാണിച്ചു തരുന്നത് നീതി ആയോഗാണ്. അപ്പൊ നീതി ആയോഗ് ലോഞ്ച് ചെയ്തിരിക്കുന്ന സംഭവമാണ് സമ്പൂർണത അഭിയാൻ. ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്രൊമോട്ടിംഗ് ഡിജിറ്റൽ ലിറ്ററസി ഇൻ അർബൻ ഏരിയ. സമ്പൂർണത അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കില്ല. അച്ചീവിംഗ് സാച്ചുറേഷൻ ഇൻ കീ ഇൻഡിക്കേറ്റേഴ്സ് അക്രോസ് 1112 അസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് ആൻഡ് 500 ബ്ലോക്സ്. ഇന്നലെ നമ്മളത് പഠിച്ചിരുന്നു എവിടെയോ സമ്പൂർണത അഭിയാൻ അതാണെന്ന്. ഇനി അത് അറിയില്ല എന്ന് നോക്ക്. സ്ട്രെങ്തനിങ് ഇന്തോ US റിലേഷൻ. എന്തായാലും അതാവൂല, ഇതും ആവൂല. ഇനിയിപ്പോ രണ്ട് ആൻസർ ആണുള്ളത് അല്ലെ. 50:50 നമുക്ക് തോക്കാനും ജയിക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്, പകുതി ജയിക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം എന്നാണ് പറയുക. പക്ഷേ കറണ്ട് അഫെയറിൽ നമുക്ക് ഒന്നും അറിയാത്ത സാധനമാണെങ്കിൽ കുത്താൻ വേണ്ടി നിൽക്കരുത്. ഇതൊക്കെ കുറച്ചും കൂടെ ആ പേരിൽ നിന്നൊക്കെ കുറച്ചും കൂടെ കീവേഡ് മാച്ചിങ് കീവേഡ് കുറച്ചും കൂടെ ഒക്കെ നമുക്ക് ചിലപ്പോൾ പറ്റും. എക്സ്പാൻഡിങ് റിന്യൂവബിൾ എനർജി പ്രൊജക്ട്സ് അക്രോസ് ഇന്ത്യ. അതും സമ്പൂർണതയും തമ്മിലൊരു ബന്ധം വരാൻ സാധ്യതയില്ല. അതും നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പൊ എന്താണ് ആൻസർ? അച്ചീവിംഗ് സാച്ചുറേഷൻ ഇൻ കീ ഇൻഡിക്കേറ്റേഴ്സ് അക്രോസ് 1112 ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് ആൻഡ് 500 ബ്ലോക്സ്. അപ്പോ ഈ ഒരു ക്യാമ്പയിൻ എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ടു ഫോസ്റ്റർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ബൈ ഫോക്കസിംഗ് ഓൺ കീ ഡെവലപ്മെന്റൽ ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ടാർഗറ്റഡ് ഡിസ്ട്രിക്ട്സ് ആൻഡ് ബ്ലോക്സ്. അപ്പൊ നമ്മുടെ കീ ഇൻഡിക്കേറ്റേഴ്സിൽ, പ്രധാനപ്പെട്ട വളർച്ച സൂചിപ്പിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിൽ ഒരു വളർച്ച കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ സമ്പൂർണത അഭിയാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ എന്ത് കാര്യം തുടങ്ങുമ്പോഴും, നീതി ആയോഗ് എന്ത് കാര്യം തുടങ്ങുമ്പോഴും അവർ ആദ്യം ആരുടെ മേലാണ് തുടങ്ങുക? ആസ്പിരേഷണൽ ഡിസ്ട്രിക്റ്റുകളുടെ മേളിലാണ്. അപ്പൊ ആസ്പിരേഷണൽ ഡിസ്ട്രിക്റ്റുകൾ 112 എണ്ണവും ആസ്പിരേഷണൽ ബ്ലോക്കുകൾ 500 എണ്ണവും ഉണ്ട്. ഇവരുടെ മുകളിലാണ് ആദ്യം സമ്പൂർണത അഭിയാൻ നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, which portal was introduced by the Ministry of Statistics and Program Implementation in July 2024 to streamline access to national statistical data. അപ്പൊ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയിലേക്കുള്ള ആക്സസ് എളുപ്പമാക്കാൻ വേണ്ടി മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്ന പോർട്ടൽ ഏതാണ്? നമ്മളിവിടെ കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, ഇങ്ങനൊരു മിനിസ്ട്രി ഉണ്ട്. ഇവരാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കൈകാര്യം ചെയ്യുന്ന ആളുകൾ. ഇവര് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പോർട്ടൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പോർട്ടലിന്റെ പേരാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്തായിരിക്കും? നിർമ്മാൺ ഈ സംഖ്യാക്കി ഡേറ്റ ഹബ് ഇന്ത്യ സമ്പർക്ക്. നമ്മൾ ഇതിന്ന് തന്നെ ഈ പേരിന്ന് തന്നെ എന്ത് ചൂസ് ചെയ്യുന്നുണ്ട്? ഈ സംഖ്യാക്കി ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ സംഖ്യാക്കി പോർട്ടൽ വാസ് ലോഞ്ച്ഡ് ടു സെൻട്രലൈസ് ആൻഡ് ഇംപ്രൂവ് ആക്സസ് ടു ക്രിട്ടിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ അക്രോസ് ഇന്ത്യ. അപ്പൊ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഡേറ്റയെ അതിലേക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിലെ ആക്സസ് ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലാണ് ഈ സംഖ്യാക്കി. ആരുടെ പോർട്ടലാണ്? ഈ ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ പോർട്ടലാണ്, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. അപ്പൊ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി, യുനെസ്കോയുടെ ഏത് കമ്മിറ്റിയാണ് ഇവിടെ? ഏത് UN കമ്മിറ്റിയാണ് അല്ലെ? ഏതോ വേൾഡ് ഇന്റർനാഷണൽ ലെവൽ കമ്മിറ്റിയാണ് ഇവിടെ ചേർന്നത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടിരുന്നു. അപ്പൊ അത് ആരാണ്? യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി. യുനെസ്കോന്റെ കമ്മിറ്റി അല്ല, യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയാണ്. അപ്പൊ അതിന്റെ 46th സെഷനാണ് ചേർന്നത്. എവിടെ വെച്ചിട്ടാണ്? ഡൽഹിയിൽ വെച്ചിട്ടാണ്. എവിടെ വെച്ച് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഡൽഹിയിൽ വെച്ചിട്ടാണ്. ഏത് ഇന്ത്യൻ നഗരത്തിൽ വെച്ചാണ് യുനെസ്കോയുടെ 46ാമത് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റി ചേർന്നത് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അതെവിടെയാണ്? ഡൽഹിയിൽ വെച്ചിട്ടാണ്. യുനെസ്കോ എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് വേറെ യുനെസ്കോയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന പല സംസ്ഥാനങ്ങളുടെ പേരൊക്കെ അവിടെ തരും. അപ്പൊ നമുക്ക് ചിലപ്പം ഡൗട്ട് വരും. ഓക്കെ, വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് സമ്പൂർണത അഭിയാൻ ലോഞ്ച്ഡ് ബൈ നീതി ആയോഗ്? നമുക്കറിയാം സമ്പൂർണത അഭിയാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റുകളിലും ആസ്പിറേഷണൽ ബ്ലോക്കുകളിലും എല്ലാ കീ ഇൻഡിക്കേറ്റേഴ്സിനും ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സ്കീമാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇത് ഫുള്ള് വായിച്ചു നോക്കാൻ. ഇതൊക്കെ ശരിയായിരിക്കും. ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അർബൻ മാത്രമല്ല ഏത് ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം MCQs എന്ന് പറയുമ്പോൾ അതായിരിക്കും. ചിലപ്പോൾ നമുക്ക് 4 ഓപ്ഷൻ തന്നാൽ 4 ഉത്തരവും ശരിയായിരിക്കും. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഉത്തരം ഏതാണ്? ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ടു ഡെവലപ്പ് അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ടു അച്ചീവ് കോംപ്രഹെൻസീവ് പ്രോഗ്രസ് ഇൻ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ്. കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള. ടു പ്രൊമോട്ട് ടൂറിസം പ്രൊമോട്ട് ചെയ്യുക, ശരിയാണ്. ടു ഡിജിറ്റലൈസ് ഗവൺമെന്റ് സർവീസസ്, അതും ശരിയാണ്. പക്ഷെ കറക്റ്റ് ആൻസർ എന്താ? ടു അച്ചീവ് കോംപ്രഹെൻസീവ് പ്രോഗ്രസ്. ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങളിലെയും പ്രോഗ്രസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതെവിടെയാ വേണ്ടത്? ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റുകളിലാണ് വേണ്ടത്. So this campaign focuses on saturating key socio-economic indicators to promote inclusive development in aspirational districts. ഇൻക്ലൂസീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും ഡെവലപ്മെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം, എല്ലാ സിറ്റിസൺസും. ഓക്കെ, ആസ്പിറേഷണൽ ഡിസ്ട്രിക്റ്റിന്റെ അണ്ടറിലുള്ള എല്ലാ സിറ്റിസൺസും എന്ത് ചെയ്യണം? കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇൻക്ലൂസീവ് ഡെവലപ്മെന്റിലേക്ക് അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെന്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം ഇൻക്ലൂസീവായിട്ട്. Okay. UNESCO World Heritage Committee session hosted in 2024 was held in which city? അത് നമ്മൾ കണ്ടിരുന്നു. ഡൽഹിയിലെ 46ാമത് സെഷൻ ഓഫ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ ആൻഡ് ന്യൂഡൽഹി. ഭാരത് മണ്ഡപം. The She Her initiative, launched by Women Entrepreneurship Platform and Trades Union Sibyl, aims to എന്തിനു വേണ്ടിയിട്ടാണ്? Okay, She Her. Provide healthcare services to women. She Her എന്ന് കാണുകയും കൂടി ചെയ്യുമ്പം നേരെ പോയിട്ട് ഓപ്ഷൻ ബിയിലൊന്നും കുത്തരുത്. പ്രൊമോട്ട് വുമൻ സ്പോർട്സ് ഒന്നുമല്ല. സപ്പോർട്ട് ഓൺലി അർബൻ വുമൻ എന്റർപ്രണേഴ്സ് അല്ല. എന്താണ് അങ്ങനെ ഒരു സഹായത്തിന് അർബണെന്നോ വില്ലേജ് എന്നൊക്കെ ഉണ്ടോ? സോ എംപവർ വുമൻ എന്റർപ്രണേഴ്സ് ത്രൂ ഫിനാൻഷ്യൽ ലിറ്ററസി ആൻഡ് ബിസിനസ് സ്കിൽസ്. ബിസിനസ് സ്കിൽസും ഫിനാൻഷ്യൽ ലിറ്ററസിയും വളർത്തി വുമൻ എന്റർപ്രണേഴ്സിനെ എംപവർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഷീഹർ. She-Her is designed to enhance financial literacy and business skills among women entrepreneurs to facilitate growth. Which portal was inaugurated in July 2024? ആരാണ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്? ബൈ യൂണിയൻ മിനിസ്റ്റർ ജി കിഷൻ റെഡ്ഡി ടു സപ്പോർട്ട് മെറിറ്റോറിയസ് യൂത്ത് ഇൻ കോൾ ഇന്ത്യ ഓപ്പറേഷണൽ ഡിസ്ട്രിക്ട്സ്. ഈ കോൾ ഇന്ത്യയുടെ ഒരു പരിപാടിയുണ്ട്, അതായത് അതിന്റെ CSR ആക്ടിവിറ്റിയാണ്. സോ കോൾ ഇന്ത്യ ഓപ്പറേഷണൽ ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ കോൾ ഇന്ത്യ ഓപ്പറേഷണൽ ഡിസ്ട്രിക്റ്റിന്റെ അണ്ടറിൽ UPSC പ്രിലിമിനറി എക്സാംസ് പാസ്സാകുന്ന കുട്ടികൾക്ക് മെയിൻസിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക സഹായം അത് കൊടുക്കുന്ന ഒരു പോർട്ടലാണ് നിർമ്മാൺ എന്ന് പറയുന്നത്. അപ്പൊ നിർമ്മാണാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ നിർമ്മാണം കണ്ടാൽ നമ്മൾ എപ്പോഴും എന്താന്ന് വിചാരിക്കും, കൺസ്ട്രക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആണെന്ന് വിചാരിക്കും. പക്ഷെ അത് തെറ്റാണ്, നിർമ്മാണാണ്. അത് മാത്രമല്ല, ഇത് ഓപ്ഷൻ എയിലാണ് വന്ന് നിൽക്കുന്നതും. നമ്മൾ പൊതുവെ പറയുന്നൊരു കാര്യമുണ്ട്, ഓപ്ഷൻ എയിൽ ക്വസ്റ്റ്യൻസ് വരില്ല, അല്ലെങ്കിൽ ഓപ്ഷൻ ഡിയിൽ ക്വസ്റ്റ്യൻസ് വരില്ല, ബിയിലും സിയിലും ആണ് വരുന്നത്. അത് ശരിയുമാണ് കേട്ടോ. നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ഇടുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടു, അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ നമ്മുടെ ആൻസർ ആയിട്ട് നമ്മൾ കൊടുക്കൂല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ ഒന്ന് MCQ ആയിട്ട് സെറ്റ് ചെയ്ത് നോക്ക്. MCQ ആയിട്ട് നമുക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നമ്മളിരുന്ന് സെറ്റ് ചെയ്യണം. ChatGPT ഒന്നും ചോദിക്കരുത്. നമ്മളിരുന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഒരു 10 ക്വസ്റ്റ്യൻ. ഈ 10 ക്വസ്റ്റ്യനിലെ 8 ക്വസ്റ്റ്യനിലും ഒന്നെങ്കിലും ഓപ്ഷൻ ബി ആയിരിക്കും, അല്ലെങ്കിൽ ഓപ്ഷൻ സി ആയിരിക്കും നമ്മൾ ആൻസർ.
ഇപ്പൊ ഒന്നും ചെയ്തത് കുറേ ദിവസം കഴിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ, 2-3 ദിവസം ചെയ്തിട്ട് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ബോധപൂർവ്വം അങ്ങനെ അല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ ടെസ്റ്റ് ചെയ്യണല്ലോ. ഓക്കെ, ഇപ്പൊ നിർമ്മാൺ എന്താണ്? നിർമ്മാൺ എന്ന് പറഞ്ഞ ഒരു പോർട്ടലാണ് കോൾ ഇന്ത്യ ഓപ്പറേഷണൽ ഡിസ്ട്രിക്ട്സിന് UPSC പ്രിലിമിനറി എക്സാം ക്ലിയർ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് മെയിൻസിന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായം എന്ന രീതിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. Which significant event in space exploration took place in Busan, South Korea in July 2024? സൗത്ത് കൊറിയയിൽ വെച്ച് നടന്ന ഗ്രേറ്റസ്റ്റ് ഇവന്റ് എന്താണ്? 45ാമത് സയന്റിഫിക് സ്റ്റഡി ഓഫ് കോസ്പാർ. കോസ്പാർ എന്ന് പറഞ്ഞാൽ അസംബ്ലി ഓഫ് ദ കമ്മിറ്റി ഓൺ സ്പേസ് റിസർച്ച്. സ്പേസ് റിസർച്ചിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റി കോസ്പാർ. എ മൈൽസ്റ്റോൺ ഇൻ സ്പേസ് റിസർച്ച് വാസ് ഹെൽഡ് ഇൻ ബുസാൻ, ഗ്യാതറിംഗ് സയന്റിസ്റ്റ് ആൻഡ് ഇൻഡസ്ട്രി ലീഡേഴ്സ്. അപ്പൊ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു മൈൽ സ്റ്റോൺ ആണ് അല്ലെ, ഇന്ത്യക്കൊരു മൈൽ സ്റ്റോൺ ആണ്. അപ്പോ സ്പേസ് എക്സ്പ്ലോറേഷൻ അത് ബുസാനിൽ വെച്ച് നടന്ന, സൗത്ത് കൊറിയയിൽ വെച്ച് നടന്ന സ്പേസ് എക്സ്പ്ലോറേഷനിൽ ഒരു സിഗ്നിഫിക്കന്റ് ഇവന്റ് എന്ന് പറയുന്നത് കോസ്പാറിന്റെ ഒരു സയന്റിഫിക് അസംബ്ലി ആയിരുന്നു. The 2024 World Heritage Young Professional Forum held in July 2024 aimed to, എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാം അതിൽ തന്നെ ഉണ്ട്. വേൾഡ് ഹെറിറ്റേജ് യങ് പ്രൊഫഷണൽസ്. ഈ ഹെറിറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക, പല കാര്യങ്ങൾ ചെയ്യാമല്ലോ, അതുകൊണ്ട് അപ്പൊ അത് ചെയ്യുന്ന ആളുകളാണ് യങ് പ്രൊഫഷണൽസ്, ഹെറിറ്റേജ് യങ് പ്രൊഫഷണൽസ്. അപ്പൊ അവർക്ക് എന്താണ് വേണ്ടത്? ഇറ്റ് പ്രൊമോട്ട് ഇന്റർനാഷണൽ ടൂറിസം, പ്രൊമോട്ട് ചെയ്യുന്ന വഴി ഇന്റർനാഷണൽ ടൂറിസം ഇൻക്രീസ് ചെയ്യും. ബിൽഡ് സ്കിൽസ് ഇൻ ഹെറിറ്റേജ് പ്രിസർവേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പൊ അതാണ് നമുക്ക് വേണ്ടത്. ഹെറിറ്റേജ് പ്രിസർവേഷനും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള സ്കില്ലുകൾ സ്വായത്തമാക്കുക. ഡിസ്കസ് ക്ലൈമറ്റ് ചേഞ്ച് പോളിസീസ്. ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോളിസീസ് ഡിസ്കസ് ചെയ്യുക. സപ്പോർട്ട് ഡിജിറ്റലൈസേഷൻ ഓഫ് ആർക്കീവ്സ്. നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഡിജിറ്റലൈസ് ചെയ്ത് വെക്കുക. Which major maritime security related event involved concern expressed by Australian, Indian, Japanese and US foreign ministers in July 2024? അപ്പോ മാരിടൈം സെക്യൂരിറ്റിയുമായി നടന്ന ഏത് പ്രധാനപ്പെട്ട ഇവന്റിലാണ് ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ, US മുതലായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നൊരു കൺസേൺ ഉണ്ടായത്? ഇവര് നമുക്ക് അടി തരാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പരിപാടി ചെയ്യുന്നത് എന്നൊരു കൺസേൺ ഉണ്ടായത് ഏതിലാണ്? സൗത്ത് ചൈന സീയുടെ ഡിസ്പ്യൂട്ട്സിന്റെ മുകളിലാണ്. ഈ ഫോറിൻ മിനിസ്റ്റേഴ്സ് ആണ് ഇവിടെ സമ്മേളനം ചേർന്നത്. ആൻഡ് ദ ഫോറിൻ മിനിസ്റ്റേഴ്സ് എക്സ്പ്രസ്ഡ് കൺസേൺ ഓവർ ഇന്റിമിഡേറ്റിംഗ് മാനേവേഴ്സ് ഇൻ ദ സൗത്ത് ചൈന സീ ആൻഡ് കമ്മിറ്റഡ് ടു എൻഹാൻസ് മാരിടൈം സെക്യൂരിറ്റി. അപ്പൊ സൗത്ത് ചൈന സീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗോസിപ്പുകൾക്കൊക്കെ ഒരു അവസാനം, ഇല്ലെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ചൈന ഗവൺമെന്റിനെ മനസ്സിലാക്കി കൊടുക്കാനാണ് നമ്മളൊരു പരിപാടി വരുന്നത്. സോ സൗത്ത് ചൈന സീയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് വായിച്ചു നോക്കിയൊന്നു. The first World Audio Visual and Entertainment Summit in India. അത് എവിടെ വെച്ചാണ് നടന്നത്? ഗോവയിൽ വെച്ചാണ് നടന്നത്. അത് ഏത് മേജർ ആയിട്ടുള്ള ഒരു ഇവന്റിന്റെ കൂടെയാണ് നടന്നത്? ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, ബോംബെ. ഓക്കെ, ഫസ്റ്റ് വേൾഡ് ഓഡിയോ വീഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് സമ്മിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. എന്ന് മാത്രമല്ല, എൻവയോൺമെന്റ് എന്ന ഒരു ഇൻഡസ്ട്രിയിൽ, എൻജോയ്മെന്റ് എന്നൊരു ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി.
അത് സിനിമ മാത്രമല്ല, അപ്പൊ സിനിമയുടെ കൂടെ ഉള്ള പല കാര്യങ്ങൾ, ഓഡിയോ വീഡിയോ പ്രക്ഷേപണങ്ങളിലൂടെയൊക്കെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന കാര്യത്തിലാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് ഹാജരാകുന്നത്. The summit aims to boost the media and entertainment sector and will take place alongside IFFI in Goa. അപ്പൊ നമ്മുടെ വിനോദ ഉപാധികൾക്കൊന്നും ഇതുവരെ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവരെയും കൂടി ഗോവയിലേക്ക് കൊണ്ടുപോകും. ഇതൊക്കെ കാണുകയൊക്കെ ചെയ്യാലോ എന്ന് കരുതി. ഓക്കെ. The 2024 International Cricket Council ആനുവൽ കോൺഫറൻസ് വാസ് ഹോസ്റ്റഡ് ഇൻ വിച്ച് റീജിയൻ ഫോർ ദ ഫസ്റ്റ് ടൈം? ഏത് റീജിയനിലാണ് ഫോർ ദ ഫസ്റ്റ് ടൈം ICC ആനുവൽ കോൺഫറൻസ് നടത്തിയത്? സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ പേരിലാണ്. ഇപ്പം നമുക്കൊന്നും നടക്കുന്നുമില്ല, അത് വേറെ കാര്യം. ദ കോൺഫറൻസ് വാസ് ഹെൽഡ് ഇൻ ശ്രീലങ്ക. ശ്രീലങ്കയിൽ വെച്ചിട്ടായിരുന്നു നടന്നത്. മാർക്കിംഗ് ദ ഫസ്റ്റ് ടൈംസ് ICC's ആനുവൽ കോൺഫറൻസ് വാസ് ഹോസ്റ്റഡ് ഇൻ ദ ഏഷ്യൻ റീജിയൻ. ICCയുടെ ആനുവൽ കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ ഒരു കൺട്രിയാണ് ഓഷ്യൻ റീജിയനിൽ ആര്? ശ്രീലങ്ക എന്ന് പറയുന്നത്. ആഫ്റ്റർ ദാറ്റ് ഒരു കടൽ ശക്തിയായിട്ടൊക്കെ നമ്മൾ വലുതാകുകയൊക്കെ ചെയ്തു. പക്ഷെ ശ്രീലങ്കയിലാണ് എല്ലാത്തിന്റെയും ആരംഭം. വിച്ച് ഇവന്റ് ഇൻ ജൂലൈ 2024 മാർക്ക്ഡ് ഇന്ത്യസ് ഫസ്റ്റ് ഹോസ്റ്റിംഗ് ഓഫ് എ സിഗ്നിഫിക്കന്റ് ഇന്റർനാഷണൽ ഏവിയേഷൻ സമ്മിറ്റ്. അപ്പൊ ഇന്ത്യയുടെ ഫസ്റ്റ് ഹോസ്റ്റിംഗ്, ഒരു ഇന്റർനാഷണൽ ഏവിയേഷൻ സമ്മിറ്റിന്റെ ഫസ്റ്റ് ഹോസ്റ്റിംഗ് ആണ് നടന്നത്. അത് എങ്ങനെയാണ് നടന്നത്? ഏത് ഇവന്റിന്റെ ഇടയിൽ വെച്ചിട്ടാണ്? ഏഷ്യ പസഫിക് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ഓൺ സിവിൽ ഏവിയേഷൻ. ഏഷ്യ പസഫിക് മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ഓൺ സിവിൽ ഏവിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, അതിപ്പോഴും അതിന്റെ ഭാഗമായിട്ടാണ്. Which international summit marked the signing of a headquarters agreement involving India? Headquarters agreement ഒക്കെ മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഗ്ലോബൽ ബയോഫ്യൂൾസ് അലയൻസ്. ഇന്ത്യ പ്രിപ്പയറിംഗ് ടു സൈൻ എ ഹെഡ്ക്വാർട്ടേഴ്സ് അഗ്രിമെന്റ് വിത്ത് ദ GPA, ഹൈലൈറ്റിംഗ് ഇറ്റ്സ് റോൾ ഇൻ ഗ്ലോബൽ എനർജി ഇനിഷ്യേറ്റീവ്. അപ്പോൾ ഗ്ലോബൽ ബയോഫ്യൂൽ അലയൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തതിലൂടെ എന്താണ്, ഗ്ലോബൽ എനർജി ഇനിഷ്യേറ്റീവ് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കോഴ്സിനും കൂടെ നമ്മൾ തുടക്കമിടുകയാണ്. അവിടെ ഗ്ലോബൽ ബയോഫ്യൂവൽസ് അലയൻസ് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ. 2030 വിന്റർ ഒളിമ്പിക്സ് ആൻഡ് പാരാലിമ്പിക്സ് ആർ ഷെഡ്യൂൾഡ് ടു ബി ഹെൽഡ് ഇൻ വിച്ച് സിറ്റി ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്? ഏത് സിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്, വിന്റർ ഒളിമ്പിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പാരാലിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്? സാൾട്ട് ലേക്ക് സിറ്റി. സാൾട്ട് ലേക്ക് സിറ്റി was selected to host the 2034 Winter Olympics during the IOC session in July 2024. Which European country's new visa-free regime, effective from July 19, 2024, allows citizens of 35 European countries to stay up to 90 days. ഏത് കൺട്രിയിലാണ് നമുക്ക് അങ്ങനെ 90 ഡേയ്സ് പോയിട്ട് താമസിക്കാൻ വേണ്ടി പറ്റുന്നത്? ഹംഗറിയിലാണ്. ഹംഗറി അനൗൺസ്ഡ് എ ന്യൂ വിസ ഫ്രീ റെജിം. അപ്പൊ UK ശേഷം ഇനി ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി അല്ലെ, ഹംഗറിയാണ്. ഫ്രീ റെജിം ഫോർ സിറ്റിസൺസ് ഓഫ് 35 യൂറോപ്യൻ കൺട്രീസ് ടു ഫോസ്റ്റർ ബെറ്റർ റിലേഷൻസ്. അത് ഹംഗറിയാണ്. Okay. India became the first country in the world to prepare a comprehensive checklist of its fauna. How many species does this checklist cover? അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒന്നും വരൂല. ഹൗ മെനി സ്പീഷീസുകൾ നമ്മുടെ ഈ ചെക്ക് ലിസ്റ്റിലുണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒന്നും വരൂല. പക്ഷെ ഇവിടെ പറയേണ്ട 2-3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ? നമ്മളാണ്, അല്ലെങ്കിൽ ലോകത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയാണ് ഒരു കോംപ്രഹെൻസീവ് ചെക്ക് ലിസ്റ്റ് ഫോർ ഇറ്റ്സ് ഫന, ഒരു റെക്കോർഡ് ബുക്ക് തയ്യാറാക്കുന്നത്. ഓക്കെ. India's FANA of India checklist portal covers
104,561 species, marking a significant milestone in biodiversity documentation. അതൊക്കെ കറക്റ്റാണ്. According to the recent report, India ranks what position globally in generative AI? ജനറേറ്റീവ് എയുടെ കേസിൽ, ജനറേറ്റീവ് എ ഐ ഇന്നോവേഷൻസിന്റെ കേസിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ലോകത്തുള്ളത്? 5ാമത്തെ സ്ഥാനമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഉള്ള, ഏറ്റവും നല്ല സ്കിൽഡ് ആയിട്ടുള്ള, ഇത് നമ്മുടെ അമേരിക്കയിലൊക്കെ നമുക്ക് ജോലി തരുന്ന ഔട്ട്സോഴ്സ് ചെയ്ത് ഇങ്ങോട്ട് ഔട്ട്സോഴ്സ് ചെയ്തിരുന്ന മലയാളിന്റെ ഒക്കെ സ്കിൽ നോക്കിയാൽ അതിനേക്കാൾ എത്രയോ സ്കില്ലുള്ള വർക്കേഴ്സ് ആണ് കേരളത്തിലുള്ളത് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളത്. അപ്പോൾ അതൊക്കെ ജനറേറ്റീവ് എയുടെ ഇന്നോവേഷന് നമ്മൾ ഇത്രയും പൊസിഷനിൽ നിൽക്കാൻ ഒരു കാരണമാണ്. 5ാമത്തെ പൊസിഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ സ്റ്റിൽ നമ്മൾ ബാക്കിലാണ് കമ്പയർഡ് ടു USA, ചൈന, കൊറിയ ആൻഡ് ജപ്പാൻ. ഈ കൊറിയ ആൻഡ് ജപ്പാനെ ആരെയും പ്രതീക്ഷിക്കാത്തതാണ്. പക്ഷെ അതും കൂടെ നോക്കി വെക്കാം. ഓക്കെ, യുണൈറ്റഡ് നേഷൻസ് വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്ട്സ്. അപ്പൊ അത് ചോദിക്കാം, വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്ട്സ് ആരതാണ് എന്ന് ചോദിക്കാം. അത് ആരതാണ്? യുണൈറ്റഡ് നേഷൻസിന്റെയാണ്. Predicts India's population will peak at approximately how many billion in the yearly 2016. അപ്പൊ എപ്പോഴാണ്, എത്ര ബില്യൺ ആണ് ഉണ്ടാകുക? 1.7 billion. India's population is projected to peak at 1.7 billion before declining by 12%. But it will remain the most populous country. അപ്പൊ നമ്മൾ ഏറ്റവും പോപ്പുലസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടുന്ന് കുറെ പേര് പോയാലും നമ്മൾ പോപ്പുലാരിറ്റി ഇത് രക്ഷപ്പെടൂല അല്ലെ, ഒരു ബാഡ് പോപ്പുലാരിറ്റി ആണെന്ന് രക്ഷപ്പെടൂല. Which brand is ranked as the most inclusive in India according to the Kantar Brand Discussion Index? Okay, അപ്പൊ ബ്രാൻഡ് ഇൻക്ലൂഷൻ ഇൻഡെക്സ്, അത് കാന്താർ കമ്പനിയുടെ ബ്രാൻഡ് ഇൻക്ലൂഷൻ ഇൻഡെക്സ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഗൂഗിൾ ആണ്. ഇപ്പൊ ഗൂഗിൾ along with Tata Motors, Amazon, Jio and Apple are ranked as most inclusive brands with a focus on diversity and equity. Okay. Which organization's portal was launched to provide comprehensive data on India's fauna and on what occasion? അപ്പൊ ഏത് പോർട്ടലാണ് നമ്മുടെ ഫനാസിനെ കുറിച്ചുള്ള ഒരു കോംപ്രഹെൻസീവ് ഡേറ്റ തരുന്നത്? ആൻഡ് ഓൺ വാട്ട് ഒക്കേഷൻ, ഏത് സമയത്താണ്? അപ്പോൾ ഇന്ത്യൻ മ്യൂസിയത്തിലാണ്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 109ാമത്തെ ഫൗണ്ടേഷൻ ഡേ ആയിരുന്നു കഴിഞ്ഞ ഇയർ 2024 ആചരിച്ചത്. അതിന്റെ ഭാഗമായിട്ട് ദ ഫൊന ഓഫ് ഇന്ത്യൻ ചെക്ക്ലിസ്റ്റ് പോർട്ടൽ വാസ് ലോഞ്ച്ഡ് ബൈ ദ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഓൺ 101th ഫൗണ്ടേഷൻ ഡേ. അപ്പൊ 109ാമത്തെ ദിവസത്തില് എന്ത് ചെയ്തു? സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടും കൂടി ആഡ് ചെയ്ത് വെച്ചു. അതൊന്ന് വായിച്ചു നോക്കിയേ. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? The recent report highlights India's growth in which area of technological innovation? ഏത് ഏരിയയിലെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ആണ്? And despite ranking 5th globally. Okay. Blockchain, cloud computing, generative AI, quantum computing. ഇതിലേതാണ്? ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണോ? അല്ല, ജനറൽ AI ആണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. As per UN predictors, which country will have the largest population throughout 21st century? അത് പോക്ക് കണ്ടിട്ട് വേറെ ആരുമല്ല, നമ്മൾ തന്നെയാണ്. Despite peak population decline, India will remain the most populous country in the 21st world. മലാല ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്താണ്? ജൂലൈ 12th. ദ വേൾഡ് ഡേ ഫോർ ഇന്റർനാഷണൽ ജസ്റ്റിസ് എന്നാണ്? ഓഗസ്റ്റ് 17th. വേൾഡ് ചെസ് ഡേ എന്നാണ് ആചരിക്കുന്നത്? ജൂലൈ 20th.
ഇന്റർനാഷണൽ മൂൺ ഡേ അതെന്നായിരുന്നു? ജൂലൈ 20th ആണ്. നമുക്കൊരു നാഷണൽ മൂൺ ഡേ ഒന്നുമില്ല, നമുക്ക് നാഷണൽ സ്പേസ് ഡേ ആണുള്ളത്. അത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ നമ്മുടെ ഉപഗ്രഹം എത്തിയ നിമിഷമാണ്. അന്ന് ആ ഒരു ഡേറ്റിലാണ് നമ്മൾ എന്താ ആചരിക്കുന്നത്? എന്താ ആചരിക്കുന്ന? ആരെങ്കിലും ഒന്ന് കമന്റിൽ പറഞ്ഞേ. ഓക്കെ, അപ്പം ന്യൂ എക്സ്പ്ലോസീവ് ഡെവലപ്മെന്റ് marks a significant leap in India's military technology. India has developed SEBEX-2. അപ്പോൾ SEBEX-2 എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ന്യൂ എക്സ്പ്ലോസീവ് ആണ്, which signifies advancements in military technology and enhances the country's strategic capabilities. എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാനേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ഇന്ത്യയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം which event did Prime Minister Narendra Modi host for the Indian cricket team after their T20 World Cup victory? ഓക്കെ, അപ്പൊ എന്താണ് ചെയ്തത്? ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. അദ്ദേഹം എന്താ ചെയ്തത്? അവരുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. Which event did Prime Minister Narendra Modi host for the Indian cricket team after their T20 World Cup victory? Breakfast തന്നെ. Which event did Prime Minister Narendra Modi host for the Indian cricket team after their T20 World Cup victory? ഏതാണ്? ബ്രേക്ക്ഫാസ്റ്റ് ഇൻ ഡൽഹി. നോർത്ത് ഇന്ത്യ ആണ്, പക്ഷെ ഡൽഹി. PM Narendra Modi hosted a breakfast for the T20 World Cup winning Indian cricket team on July 4 in New Delhi to celebrate their victory and motivate the team together. Which initiative was announced by Union Minister Piyush Goyal? Piyush Goyal എന്താണ് ഇപ്പോൾ അനൗൺസ് ചെയ്യാൻ പോയിരിക്കുന്ന ഇനിഷ്യേറ്റീവ്? 80% എഡ്യൂക്കേഷൻ ഇൻ ലൈസൻസിങ് ഫീസ് ഫോർ വുമൺ എന്റർപ്രനേഴ്സ്. അപ്പോൾ വുമൺ എന്റർപ്രനേഴ്സിന് 80% അല്ലെ, 80% ലൈസൻസിങ് ഫീയിൽ നമ്മൾ എന്ത് കൊടുക്കും? റിഡക്ഷൻ കൊടുക്കും. Piyush Goyal announced an 80% reduction in licensing fees for women entrepreneurs and a 50% reduction for MSMEs. വുമൺ എന്റർപ്രനേഴ്സിന്റെ റിഡക്ഷനും നോക്കണം, അതുപോലെ തന്നെ MSMEസിന്റെ റിഡക്ഷനും നോക്കണം. അത് കഴിഞ്ഞു വന്ന ബഡ്ജറ്റിൽ അവർ പറയുന്നുണ്ട്. ബഡ്ജറ്റിൽ ഇത് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ല, ബഡ്ജറ്റിൽ ഇങ്ങനെ ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ പ്രോഗ്രസ് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട്. Okay. From March 14, 2024, which standards have been mandated for stainless steel and aluminium utensil in India? അപ്പം സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപകരണങ്ങൾക്ക് അല്ലെങ്കിൽ പാത്രങ്ങൾക്ക് നമ്മൾ ഏത് സ്റ്റാൻഡേർഡ് ആണ് ഇനി മുതൽ പാലിക്കേണ്ടത്? മാർച്ച് 2024 മുതൽ നമ്മൾ എന്തായിരുന്നു പാലിക്കേണ്ടിയിരുന്നത്? അത് വേറൊന്നുമല്ല, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ്. The government mandated that all stainless steel and aluminium utensils must conform to BIS standards and have the ISI mark for quality compliance. ISO സ്റ്റാൻഡേർഡ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ക്വാളിറ്റി കംപ്ലയൻസിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് എന്ത് വേണം? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് വേണം. BISന്റെ ISI മാർക്കാണ് സ്റ്റീൽ ആൻഡ് അലുമിനിയം യൂട്ടൻസിൽസിന് വേണ്ടത്. Who led India's delegation at the 132th IMO Council session? IMO എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ. കടലിന്റെ കാര്യമെല്ലാം കൂടെ ചർച്ച ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അതിന് നമുക്ക് വേണ്ടിയിട്ട് പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത് ശ്രീ TK രാമചന്ദ്രനാണ്. പങ്കെടുത്തത് കേട്ടോ, പങ്കെടുക്കാൻ പോകുന്നതല്ല, പങ്കെടുത്തത്. Which Indian facility was inaugurated by Prime Minister Narendra Modi at the Indian Newspaper Society in Mumbai? മുംബൈയിലുള്ള ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയിൽ വെച്ച്
ഏത് ഇന്ത്യൻ ഫെസിലിറ്റിയാണ് നമ്മൾ ഇനാഗ്രേറ്റ് ചെയ്തത്? നമ്മളല്ല, പ്രൈം മിനിസ്റ്റർ ഇനാഗ്രേറ്റ് ചെയ്തത്. ജേർണലിസം ശരിക്കും ഇവിടെ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി എന്നൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ സാധനങ്ങളൊക്കെ കാണിക്കും. പക്ഷെ അതിലൊന്നും നമ്മൾ വീടെടുത്ത് ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി ടവർ, INS ടവർ ആണ് നമ്മൾ അവിടെ പോയിട്ട് ഉദ്ഘാടനം ചെയ്തത്. എവിടെയായിരുന്നു? മുംബൈയിൽ വെച്ചിട്ടാണ്. Okay. What constitutional change related to the Lieutenant Governor of Jammu Kashmir was made in 2024? 2024 ജമ്മു കാശ്മീരിലെ ലെഫ്റ്റനന്റ് ഗവർണറുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ച് ആണ് നമ്മൾ വരുത്തിയത്? അപ്പോ എന്താ വരുത്തിയത്? അവരുടെ അധികാരം കുറച്ചും കൂടെ വർദ്ധിപ്പിച്ചു. എൻഹാൻസ്ഡ് അതോറിറ്റി ആൻഡ് പവേഴ്സ് ഓഫ് LG, ലെഫ്റ്റനന്റ് ഗവർണർ. നമ്മൾ മറ്റെല്ലാ സ്ഥലങ്ങളിലും ലെഫ്റ്റനന്റ് ഗവർണറുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് അടിയാണ് അല്ലെ? കാരണം ഓപ്പോസിറ്റ് ഭരണമാണ് അധികാരത്തിലുള്ളത്. സോ അടിയാണ്. നമുക്ക് ഡൽഹിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ ജമ്മു ആൻഡ് കാശ്മീരിൽ ഗവർണറുടെ പവർ ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത്. ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താന്ന് വെച്ചാൽ ഗവർണറുടെ പവർ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റുകളെക്കാളും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഭരിക്കാനുള്ള പവർ കൂടുതൽ കൊടുത്തിരിക്കുന്നത് ആർക്കാണ്? യൂണിയൻ ഗവൺമെന്റിനാണ്. അപ്പൊ യൂണിയൻ ഗവൺമെന്റ് അവരുടെ ഭരണം നടത്തുന്നത് ആര് വഴിയാണ്? അല്ലെങ്കിൽ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഭരണം നടത്തുന്നത് ലെഫ്റ്റനന്റ് ഗവർണർ വഴിയാണ്. അതുകൊണ്ടാണ് അതോറിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലെഫ്റ്റനന്റ് ഗവർണേഴ്സിന്റെ അതോറിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ് ആകാൻ ഭയങ്കര താല്പര്യമുള്ള, ഈ ഡൽഹി പോലെ, ഡൽഹി ഒരു സ്റ്റേറ്റും ആണല്ലേ, ഒരു സ്റ്റേറ്റ് ആകാൻ ഫുൾ ഫ്ലെഡ്ജ്ഡ് സ്റ്റേറ്റ്ഹുഡിലേക്ക് താല്പര്യം ഉള്ള ആളുകൾ അതിനെ പ്രിവെന്റ് ചെയ്യുന്നത്. വിച്ച് മൈൽസ്റ്റോൺ ഡിഡ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അച്ചീവ് ഓൺ ദ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം X? നമുക്ക് കുറെ ഫോളോവേഴ്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 100 മില്യൺ ഫോളോവേഴ്സ്. 100 മില്യൺ ഫോളോവേഴ്സിന് മുകളിൽ കിട്ടിയ ഒരാളാണ് ആര്? മോദി. Xലാണ് കേട്ടോ, ഇൻസ്റ്റാഗ്രാം ഒന്നല്ല, Xലാണ്. ഇന്ത്യ ഹാസ് കംപ്ലീറ്റഡ് ഇറ്റ്സ് 4th പീരിയോഡിക്കൽ റിവ്യൂ അണ്ടർ വിച്ച് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ട്രീറ്റി. അപ്പൊ നമ്മൾ ഇപ്പം 4th പീരിയോഡിക്കൽ റിവ്യൂ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ. അത് എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? അണ്ടർ വിച്ച് ട്രീറ്റി? ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ട്രീറ്റി, ICPR. അപ്പൊ ഇത് ഏത് അണ്ടർ വിച്ച് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ട്രീറ്റി? ഏത് ട്രീറ്റിയുമായി ബന്ധപ്പെട്ടതാണ്? ഇന്റർനാഷണൽ കോവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. ഇതൊരു വായിച്ച് വെറുതെ ഒരു ഐഡിയ ഉണ്ടായാൽ തന്നെ നമുക്ക് ഇതിന്റെ ചെറിയ ചെറിയ ക്ലൂ വേർഡ്സ് ഒക്കെ എക്സാം എഴുതുന്ന സമയത്ത് കിട്ടും. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാത്തൊരു CA അങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര ബോറിംഗ് ആണ് സബ്ജക്ട്, സംഭവമൊക്കെ അറിയാം. പക്ഷെ CA തന്നെ നമ്മൾ ഡെയിലി പഠിക്കാന്ന് വിചാരിച്ചോ. ഡെയിലി നമ്മൾ ഏതെങ്കിലും വാർത്തകൾ ഇങ്ങനെ വായിക്കുന്നു, ക്ലാസ് തന്നെ ഒരു 10 മിനിറ്റ്സ് എടുത്തിട്ട്, നമ്മൾ അൺഅക്കാഡമിയിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. 10 മിനിറ്റ്സ് എടുത്തിട്ട് ദിവസം വാർത്ത ഒരു 10 മിനിറ്റ്സ് മാത്രം, ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ചെയ്യും പോൾസ് ആയിട്ട്. അപ്പോ നമുക്ക് നല്ല ഓർമ്മയുണ്ടാവും, ഇതൊരു ബോറിംഗ് ആയിട്ട് തോന്നുകയില്ല. ഓക്കെ, അപ്പൊ ഇന്ത്യൻ നേവീസ് INS ടവർ സെർവ്സ് പ്രൈമർലി ആസ് വിച്ച് ഓഫ് ദ ഫോളോയിങ്? എന്തായിട്ടാണ് INS ടവർ? ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റിയുടെ ടവറാണ്. എന്തായിട്ടാണ് അത് വർത്തിക്കാൻ പോകുന്നത്? മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഹബ്ബായിട്ടാണ് അത് എന്ത് ചെയ്യാൻ പോകുന്നത്? അത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. INS tower at the INS Secretariat in Mumbai is designed to serve as a modern hub for media, communication and naval outreach activities. Which government scheme aims to empower ex-servicemen's health through electronic teleconsultation services? അത് നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ഏതാണ്? E-Sehat. അതിൽ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താ? അത് എഴുതുമ്പോൾ സൂക്ഷിക്കണം അല്ലേ? ഈ ഒരു ഡിജിറ്റൽ പെന്ന് കാണാനില്ല. ഈ ഒരു ഇ കഴിഞ്ഞിട്ട് വരുന്ന സ്മോൾ ഇ, അത് സ്മോൾ ഇ ആണെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകിച്ച് ഓർമ്മ വെക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. PCHS എന്ന് പറഞ്ഞാൽ എക്സ് സർവീസ്മെൻസ് കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീമാണ്. അതിന്റെ ഒരു മൊഡ്യൂളാണ് E-Sehat എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് ECHS E-Sehat മൊഡ്യൂൾ എന്നുള്ളതാണ്. കറക്റ്റാണ്.
എക്സ് സർവീസ്മെന്റെ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൊഡ്യൂൾ മാത്രമാണ് ഇ സെഹത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെഹത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ് സർവീസ്മെൻസിന്റെ ഹെൽത്ത് ഇലക്ട്രോ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസിലൂടെ ആക്സസ് ചെയ്യുന്നത്. The e-Sehat module under ECHS was launched to enable teleconsultation and digital health services for ex-servicemen, improving healthcare access. Okay. അടുത്ത ക്വസ്റ്റ്യന്, who was conferred the Lifetime Achievement Award at the International Meet of Leading Medical Professionals? ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയത്. Which Indian institution was honored with the GEEF Global Water Tech Award? ആർക്കായിരിക്കും? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഫിസിക്സ് ഒളിമ്പ്യാഡ് ടീം, അതല്ല എന്തായാലും, ഒളിമ്പ്യാഡ് ടീമിനല്ല. ഇന്ത്യൻ നേവി, അവർക്കും ആകാൻ വഴിയില്ല. പക്ഷേ പരീക്ഷണ നിരീക്ഷണങ്ങളാണ് ഇവരെല്ലാവരും ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ നേവിയും ചെയ്യുന്നുണ്ട്, സെൻട്രൽ വാട്ടർ കമ്മീഷനും ചെയ്യുന്നുണ്ട്. പക്ഷേ GEEF ഗ്ലോബൽ അവാർഡ്, ഗ്ലോബൽ വേൾഡ് വാട്ടർ ടെക് അവാർഡ്, അത് കിട്ടിയത് ആർക്കാണ്? സെൻട്രൽ വാട്ടർ കമ്മീഷനാണ്. ഓക്കെ.